കോഴിക്കോട് ലോകനാർക്കാവ് ക്ഷേത്രത്തിലെ ആചാര ലംഘനങ്ങൾക്കെതിരെ ഭക്തജന കൂട്ടായ്മ പ്രതിഷേധത്തിലേക്ക്. ആചാര ലംഘനത്തിനും ദേവസ്വം അധികാരികളുടെ അലംഭാവത്തിനുമെതിരെ ഈ മാസം 9-ന് നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കും. ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മലബാർ ദേവസ്വം ബോർഡ് തയ്യാറാകുന്നില്ല എന്നാണ് ഭക്തജനങ്ങളുടെ പരാതി. ഗോകുൽ കെ വേണുഗോപാൽ ചേർന്നുണ്ട്. ഗോകുൽ, നമുക്കറിയാം ഈ ലോകനാർക്കാവ് പോലെ മലബാർ മേഖലയിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ പോലും അനാവശ്യ ഇടപെടൽ സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു പാർട്ടി ഓഫീസാക്കി പോലും ക്ഷേത്രങ്ങളെ മാറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതിൽ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് ഭക്തജനങ്ങൾ, അല്ലേ? അതെ, വലിയ പ്രതിഷേധത്തിലാണ് ലോകനാർക്കാവിലെ ഭക്തജനങ്ങൾ. അതിന്റെ ഭാഗമായി അവർ ഭക്തജന കൂട്ടായ്മ എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ ക്ഷേത്രം സംബന്ധിച്ച് ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. മലബാർ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ലോകനാർക്കാവ് ക്ഷേത്രം ട്രസ്റ്റിയോ ഈ ക്ഷേത്രത്തിന്റെ ആരാധനാപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആചാര ലംഘനങ്ങൾക്ക് എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാവുകയോ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാതിരിക്കുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഭക്തജന കൂട്ടായ്മ പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ. ഈ മാത്രമല്ല, ഈ ഭക്തജനങ്ങളുടെ വിശ്വാസത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ആചാര സംബന്ധമായ കാര്യത്തിനപ്പുറത്തേക്ക് ക്ഷേത്രത്തിന്റെ സ്വത്തുവകകളും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്നൊരു കാര്യമാണ് പ്രധാനമായി ഇവർ മുന്നോട്ടേക്ക് പോകുന്നത്. അവിടുത്തെ ചെമ്പൈ സംഗീത മണ്ഡപമായാലും ക്ഷേത്രത്തിന്റെ ഭൂമി ആയാലും പഞ്ചായത്തിന്റെ വിവിധ തരം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. അതിനെതിരെ ഭക്തജനങ്ങൾ പരാതി നൽകിയിട്ടും ഈ ക്ഷേത്രം ട്രസ്റ്റിയൊന്നും വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇതിലൊക്കെ പ്രതിഷേധിച്ചിട്ടാണ് ഇപ്പോൾ ഈ പ്രത്യക്ഷമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് ഭക്തജന കൂട്ടായ്മ കടക്കാതിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിയമപരമായ നടപടിയും അവർ കൈക്കൊള്ളുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട് ഗോകുൽ കെ വേണുഗോപാൽ വിശദ വിവരങ്ങൾ നൽകി.